ഹായ് സുരേഷ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പിന്നെ നമ്മുടെ മരണപ്പെട്ട ദിലീപ് ശങ്കർജി അവസാനമായിട്ട് ഗുണ്ടാ സെറ്റപ്പ് രംഗങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നിങ്ങളെ കൂട്ടത്താണ് അഭിനയിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാണ് അദ്ദേഹത്തെ പിന്നെ എങ്ങനെ മാരകമായി അടിച്ചു, അങ്ങനെയായിരിക്കും പുള്ളി മരണകാരണമെന്നൊക്കെ ഉള്ള കുറച്ച് കമൻസ് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചു, എന്തായിരുന്നു അന്ന് ആ സീരിയലിൽ നിങ്ങൾ അഭിനയിച്ചപ്പോൾ ഉണ്ടായ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? അതായത് മരണത്തിന് മുമ്പായിട്ട് ദിലീപ് ശങ്കർ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും. നല്ലൊരു മനുഷ്യനായിരുന്നു. 10-25 വർഷമായിട്ട് കലാമേഖലയിൽ ദിലീപ് ശങ്കർ സാറുണ്ട്. നല്ല അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല ഒരു കലാകാരൻ. പക്ഷേ അങ്ങേരെ മരണത്തിൽ നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. അത് പറഞ്ഞാൽ തീരൂല, അത്രത്തോളം വിഷമം. ഇനി അതേപോലെ ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല എന്ന് പറയാം. അതുപോലെ നിങ്ങളുടെ ആ ഡമ്മി വടിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ അടിക്കുന്ന ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് സിനിമാ മേഖലയിലും ഈ സീരിയൽ മേഖലയിലും എല്ലാം ഡമ്മി വടി, ഡമ്മി ടൂൾസാണ് നമുക്ക് തരുന്നത്. അത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സ്പോഞ്ച്, അതിലിട്ട് അടിച്ചാലൊന്നും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നും ഒറിജിനൽ ടൂൾസൊന്നും നമുക്ക് തരത്തില്ല. അതൊക്കെ വെറുതെ ഓരോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും, അവർ വൈറലാവാൻ വേണ്ടി. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിനറിയാം, ഡയറക്ടറിനറിയാം, നമ്മളെ യൂണിറ്റിനറിയാം, അല്ലാതെ അഭിനയ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങേരെ മരണത്തിന് നമുക്ക് എന്തോന്ന് പറയണമെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് സങ്കടമുണ്ട്. അപ്പോൾ ആ ഡമ്മി വടി വെച്ചാണ് നിങ്ങൾ അദ്ദേഹത്തിന് ആ തല്ലുന്ന ഒരു സീൻ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ച് കമൻസ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തല്ലിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് യഥാർത്ഥ ഒരു ഡമ്മി വടിയായിരുന്നു. തീർച്ചയായിട്ടും ഡമ്മി വടി കൊണ്ടാണ് അങ്ങേര് തല്ലിയത്. അത് വേദനിക്കാത്ത രീതിയിലാണോ അല്ല അതൊന്നും ടച്ച് ആയിട്ടില്ല. നമ്മൾ ആ സീനിൽ ഒറിജിനൽ അഭിനയം തെളിയിക്കണമല്ലോ. അപ്പോഴും നമ്മളെ റിയാക്ഷനാണ് കാണിക്കുന്നത്, അല്ലാതെ വടിയുടെ ഏതോ അടി കൊള്ളാനോ അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കുടുംബത്തിനോട് പറയാനുള്ളത് എന്ത് പറയണം, ഭയങ്കര വിഷമം.